മതി. ഐസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഐസ് കിട്ടുന്നില്ല. ആ കട്ടിങ് വിഷ്ണുവിന്റെ ഒരു ക്ലോസ്. കാരണം ഇതൊക്കെ കച്ചട കേസുകളാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയ നമ്പറക്കാറ്റോ അങ്ങനെ എന്തോ ഒരു പേരാണ്. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷക്കീലെ വരെ വെച്ച് സിനിമ എടുത്തുന്ന ഒരു വ്യക്തിയാണ്. സെക്സ് പടത്തിൻ്റെ ഉസ്താദുമാണ്. പല സിനിമ നടന്മാർക്ക് സ്ത്രീയെ കച്ചവടം ചെയ്തു കൊടുക്കുന്ന ഒരു ഏർപ്പാടുകളും ഉള്ള ടീമുകളൊക്കെയാണ് ഇവരൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ മറ്റാരുമല്ല, നമ്മൾ നെഞ്ചിലേറ്റിയ നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നേഴ്സും ബിഗ് ബോസ് താരവും ബാറുകളുടെ അംബാസഡറും ബാർ ഡാൻസറും സ്റ്റേജ് സിംഗറും മലയാളികളുടെ തമന്ന എന്നും വിളിപ്പേരുള്ള നമ്മുടെ എല്ലാം പ്രിയ താരം രേണുസുതി. അതേ രേണുസുതിൻ്റെ ഏറ്റവും പുതിയ ആൽബം അനുരാഗക്കാറ്റ്. അതേ അനുരാഗക്കാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആൽബത്തിൻ്റെ ചിത്രീകരണം കഴിഞ്ഞിരിക്കുന്നു, പാക്കപ്പ് ആയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധി ക്ലിപ്പിങ്ങുകൾ സോഷ്യൽ മീഡിയയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നു. താരം ഷോർട്ട് ഫിലിമിൻ്റെ മറവിൽ മറ്റു ചില കലാപരിപാടികളാണ് നടത്തുന്നതെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഇതിനിടയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. ഇർഷാദ് അലി, സാമൂഹിക പ്രവർത്തനം കൂടിയായ ഇർഷാദ് അലി ചില വെളിപ്പെടുത്തൽ നടത്തുന്നു. എന്താണ് സംഭവിച്ചത്? ഏറെ വിശദമായി പരിശോധിക്കാം. ആൽബത്തിന്റെ മറവിൽ, ഷോർട്ട് ഫിലിമിന്റെ മറവിൽ എന്താണ് സംഭവിച്ചത്? അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, താരത്തിന് തന്നെ ആദ്യ ആൽബമായ ഷോർട്ട് ഫിലിമായ മോഹത്തിന്റെ ഡയറക്ടറായ പ്രമുഖ ഡയറക്ടർ ഹരീഷ് തമ്പിസാർ. അതെ, ഹരീഷ് തമ്പിസാറിന്റെ പുതിയ ഒരു ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമിൽ നായകനാവുന്നത് വിഷ്ണു വട്ടപ്പാറ എന്ന് പറയുന്ന ഒരു പഹയനാണ് നായകനാവുന്നത്. ഓരിത്തവണ വളരെ മനോഹരമായ രീതിയിൽ അഭിനയിച്ച മട്ടാണ്. ദാസേട്ട നിരാശപ്പെടുത്തിയ പോലുള്ളൊരു നിരാശപ്പെടുത്തൽ ഓന്റെ ഭാഗത്തു നിന്നുണ്ടാവും തോന്നുന്നില്ല. രണ്ട് കൽപ്പിച്ച് ഒരു കാമക്കടുവയുടെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു പഹയനാണ്. അത്തരത്തിലൊരു പ്രകടനം ഓൻ നടത്തിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. ഇമോഷൻ കൊടുത്തു മാക്സിമം. ആ മതി. ഐസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഐസ് കിട്ടുന്നില്ല. ആ കട്ടിങ് വിഷ്ണുവിന്റെ ഒരു ക്ലോസ്. അതേ, താരത്തിന്റെ ആൽബത്തിന്റെ പതിവ് തെറ്റിച്ചില്ല. ഏറെയും കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. സദാസമയവും കെട്ടിപ്പിടുത്തൽ. എന്താണ് ആൽബത്തിന്റെ ഇതിവൃത്തം? വളരെ വിശദമായി ഡയറക്ടർ സാർ നമ്മളോട് പറയുന്നുണ്ട്. വരട്ടെ. അങ്ങനെ ഇന്നത്തെ ഷൂട്ട് അല്ലേ വളരെ സക്സസ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഡയറക്ടറിന് എന്താണ് പറയാനുള്ളത്? പല പ്രാവശ്യം നിങ്ങൾ ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനാണ് തുടക്കം മുതൽ തന്നെ രേണുവിനെ ഞാൻ ആദ്യമായി മോഹത്തോടെ കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും രേണുവായിട്ട് ഒരു നല്ല പ്രൊജക്റ്റ്, ഒരു പ്രേമത്തിനും അനുരാഗത്തിനും ഇഷ്ടത്തിനുമൊക്കെ മുൻതൂക്കം കൊടുത്ത്, എന്നാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയം, ഇതുവരെ വരാത്ത. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രമേയത്തിന് കൂടുതൽ റൊമാൻസും സ്നേഹവും ഒരു കവിതയുണ്ട് ഇതിനകത്ത്. അതേപോലെ രേണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തീം സോങ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സോങ്ങും കൂടെ കോർത്തിണക്കിയിട്ടാണ് നമ്മൾ ഈ കഥ പറയുന്നത്. ഇത് ഒരു ദിവസം നടക്കുന്ന, രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന രണ്ട് കാമുകനും കാമുകിയുടെയും ഓർമ്മകളും അവർ തമ്മിലുള്ള സ്നേഹവും പറയാൻ വെമ്പുന്ന അനുരാഗത്തിൻ്റെയും കഥയാണ്. രണ്ട് കഥാപാത്രങ്ങളെ ഉള്ളൂ ഇതിൽ. അതേ, പതിവ് തെറ്റിച്ചില്ല. രണ്ട് കഥാപാത്രങ്ങൾ, അതേ കാമുകി കാമുകന്മാർ, അതും അവിഹിതം. ഭർത്താവിനെ ചതിച്ചു വരുന്നൊരു ഭാര്യയെ ചതിച്ചു വരുന്നൊരു പഹയനായ ഭർത്താവ്. അവർ തങ്ങളിലുള്ള, അതായത് അവർ ലവ് ആയിരുന്നു, അതിനുശേഷം രണ്ടുപേരും കല്യാണം കഴിച്ചു പോകുന്നു. പിന്നീട് വീണ്ടും വഴിവെക്കിൽ വെച്ച് കാണുമ്പോൾ താരം എന്താണ് പറഞ്ഞത്?
അതേ താരത്തിനൊരു മോഹം തോന്നുകയാണ്, പഴയ പോലുള്ള ചില കലാപരിപാടികൾ നടത്താൻ ഒരു പൂതി തോന്നുകയാണ്. അങ്ങനെ അവരപ്പം തന്നെ ലോഡ്ജിൽ റൂം എടുക്കുകയാണ്. ലോഡ്ജിൽ റൂം എടുത്തതിന് ശേഷം കാമക്കടവുകളായി മാറുന്ന ആ ഒരു ആൽബത്തിന്റെ പ്രൊഡ്യൂസറുടെ ആൽബത്തിന്റെ പേര് തന്നെ ബാംഗ്ലൂർ ലോഡ്ജ് എന്നാണ്. അതേ ലോഡ്ജിലെ ലീലകളാണ് ഏറെയും. അത്തരം കലാപരിപാടികൾക്ക് ഏറെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ഫിലിമാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ സാറിൻ്റെ ഒക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആദ്യം തന്നെ നമുക്ക് സ്ക്രിപ്റ്റ് തരും, അതാണ് ഏറ്റവും വലിയ. പിന്നെ അതുപോലെ നമുക്ക് എന്താണ് ഡ്രസ്സ് എന്നുള്ളത് കാര്യങ്ങൾ, കോസ്റ്റ്യൂംസ് പറയും. അപ്പം നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് സാറിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ അതാണ് പ്രമുഖ ഡയറക്ടർമാരെ പോലും കടത്തിവെട്ടുന്ന രീതിയിൽ ആദ്യം തന്നെ ഇത്ര പോന്ന വലിയൊരു ബുക്കിൽ സ്ക്രിപ്റ്റ് എഴുതി അങ്ങ് തരികയാണ്. ആ ഒരു ബുക്ക് തുറന്നാൽ കാണുന്നത് പേജുകൾ മുഴുവൻ ബ്ലാങ്ക് ആണ്. അവിടെ 2-3 വരികൾ മാത്രം. കെട്ടിപ്പിടി ഉമ്മമ്പപ്പ് ഹോട്ടൽ റൂം എടുക്കുക കിടക്കുക. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് ആൽബത്തിന്റെ കഥ എഴുതുന്നത് വളരെ എളുപ്പമാണ്, ക്ലേശമായ ഒരു കാര്യമല്ല. വളരെ എളുപ്പം അദ്ദേഹം ഈ ഒരു വലിയ സ്ക്രിപ്റ്റ് എഴുതി താരങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റുകളെ ഉള്ളായിരുന്നു. ഇപ്പം വിഷ്ണു, ഞാനും, പിന്നെ സാറും, പിന്നെ ക്യാമറ അസിസ്റ്റന്റ്. അതുപോലെ സാറ് പറഞ്ഞിട്ട് നിങ്ങൾ മീഡിയക്കാർ വന്നു. എല്ലാവർക്കും എല്ലാവരും ഹാപ്പിയാണ്. ഈ വർക്ക് എല്ലാം വിജയമായി തീരട്ടെ. ബാംഗ്ലൂർ ഹോംസ് അല്ലേ, ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനലിൽ കൂടെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്ന. മോഹം റിലീസ് ചെയ്ത പോലെ തന്നെ. സോ ഉടനെ ഉണ്ടാവും അല്ലേ? ഉടനെ ഉണ്ടാവും. ഇത് മോഹത്തേക്കാൾ മോഹം നമ്മുടെ 2 മില്യൺ അടിച്ചു. അതിലും വലിയൊരു വിജയമായി മാറട്ടെ നമ്മുടെ ഈ അനുരാഗക്കാറ്റ് എന്ന് ഞാൻ ഇത് ചെയ്യുന്നു. അതുപോലെ നമ്മൾ വീണ്ടും രേണുവിനെ അവതരിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഞാനൊരു പുതിയ നായകനെ കൂടി ഈ അവസരത്തിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി ഒരു ഷോർട്ട് ഫിലിമിൽ കൂടി, അതും രേണുവിൻ്റെ കൂടെ തന്നെ, ഇത്രയും ശക്തനായ ഒരു നായികയുടെ കൂടെ തന്നെ ഒരു അവസരം വിഷ്ണു വിക്കും കൊടുത്തിരിക്കുകയാണ്. വിഷ്ണു വി നന്നായി പെർഫോം ചെയ്തു. പുള്ളി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, നന്നായി നല്ലതായിട്ട് ചെയ്തു. അതെ, മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷ്ണു വി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ എവിടെയാണോ ദാസേട്ടനും പ്രതീക്ഷനും ഒക്കെ പിഴച്ചത്, ആ ഒരു പിഴവ് നികത്തി നന്നായി ഓൻ പെർഫോം ചെയ്യുന്നതാണ് പറയുന്നത്. വളരെ നല്ലൊരു പെർഫോമൻസ് ഓന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിരവധി താരത്തിന്റെ ആരാധകർ. ബിഗ് ബജറ്റ് സിനിമകൾ പോലും എടുക്കാൻ ശേഷിയുള്ള ഒരു പഹയനായ ഒരു വലിയൊരു ഡയറക്ടർ. എന്നാൽ ഈ ഡയറക്ടറെ കുറിച്ച് ഏറെ ദുഃഖകരമായ ചില വസ്തുക്കളാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതെ, ഈ ഡയറക്ടർ ഷക്കീല പടങ്ങൾ നിർമ്മിച്ച, പ്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ അത് ഡയറക്ടർ ചെയ്തൊരു പഹയനാണ്. പ്രമുഖ താരത്തെ വെച്ച് ഷക്കീല പടങ്ങൾ നിർമ്മിച്ച് താരത്തെ അപമാനിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് ആരോപണം വരുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷക്കീലെ വരെ വെച്ച് സിനിമ എടുത്തുന്ന ഒരു വ്യക്തിയാണ്. സെക്സ് പടത്തിൻ്റെ ഉസ്താദുമാണ്. പല സിനിമ നടന്മാർക്ക് സ്ത്രീയെ കച്ചവടം ചെയ്തു കൊടുക്കുന്ന ഒരു ഏർപ്പാടുകളും ഉള്ള ടീമുകളൊക്കെയാണ് ഇവരൊക്കെ. അതായത് തെറ്റാൻ വേണ്ടി, വഴി തെറ്റി വന്നതല്ല, തെറ്റാൻ വേണ്ടി വഴിയിലോട്ടിറങ്ങിയ സ്ത്രീകളെ തേടി ഇതുപോലുള്ളവർ വന്ന് സിനിമ പിടിക്കും. മനസ്സിലായില്ലേ? അതിൽ ഒരു സ്ത്രീവർഗത്തിനുള്ള അപമാനക്കേടാണ് ഈ പറയുന്ന രേണുസുതി. അത് വഴി തെറ്റാൻ വേണ്ടി ഇറങ്ങി വന്ന ടീമാണ്. കാരണം ഭർത്താവ് മരിച്ച ഫീലിങ്സ് ഇല്ല. ഇത് രേണുസുതി ഭർത്താവ് മരിച്ചപ്പോഴത്തേക്ക് രേണുസുതിക്ക് ദുബായി പോകണം. വഴി തെറ്റാൻ വേണ്ടി നിൽക്കുന്ന പെണ്ണുങ്ങളെടുത്ത് ഇതുമാതിരിയുള്ള സംവിധായകർ വരും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ കേസെടുക്കണം. കേസെടുത്ത് രണ്ടുപേരെയും അതിൻ്റെ രീതിയിൽ ഇയാളുകൾക്കുള്ള ബന്ധങ്ങൾ കണ്ടുപിടിക്കുക. എവരെങ്കിലും എങ്ങനെയാണ് പരിചയം, സോഷ്യൽ മീഡിയയിലൂടെയാണോ പരിചയം, അതല്ല ഇവരെങ്ങനെയാണ് പരിചയം എന്നുള്ള കണ്ടുപിടിച്ച് കേസെടുക്കണം ഇവരെ. കാരണം ഇതുപോലെ ഇവരിപ്പോൾ ചെയ്യുന്നത്, കേരളത്തിലുള്ളൊരു ലേഡി ഇതേമാതിരി ആദ്യമൊക്കെ ജനങ്ങൾ വിചാരിച്ചു പോട്ടെന്ന്. ഇപ്പം ജനങ്ങൾക്ക് തിരിച്ചറിവ് തുടങ്ങി. ഇപ്പം തന്നെ ഞാൻ 2-3 വീഡിയോസ് കണ്ടായിരുന്നു. ഇവരുടെ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ് അവളെ പുച്ഛിക്കുന്നതും തുപ്പുന്നതും. ഒരു ഷബീന ബീബി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് അവളെ ഈ 2-3 വീഡിയോ ഞാൻ കണ്ടായിരുന്നു. 2-3 പ്രാവശ്യം ആ വീഡിയോ ലൈവിൽ വന്നിട്ട് എന്തൊക്കെ തെറിയാണ് പറയണമെന്ന് അറിയും. ഇയാളെ മനസ്സിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇയാളെ ഈ സിനിമ തന്നെ നിങ്ങൾ കഥ കേട്ടായിരുന്നു, ഒരു സിനിമയുടെ കഥ കേട്ടായിരുന്നു. 2 പേരെ വെച്ച് ഒരു സിനിമ എവിടെയെങ്കിലും എടുത്ത് ചരിത്രമുണ്ടോ? ആദ്യമായിട്ടാണ് ഈ പുള്ളിക്കാരുടെ സിനിമ എടുത്തത് 2 പേരെ വെച്ച്. അത് എടുത്തത് പ്രൊഫഷണലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എടുത്ത 2 പേരും ആ രീതിക്ക് വന്ന് ഈ വഴിയിലോട്ട് വന്നവരാണ്. അതായത് തെറ്റാൻ വേണ്ടി വന്ന വഴിയിൽ വന്നവരാണ് ഇവരെല്ലാം, അല്ലാതെ വഴി തെറ്റി വന്നവരല്ല. തെറ്റാൻ വേണ്ടി വന്ന വഴിയിലോട്ട് വന്നവരാണ് ഇവരെല്ലാം. എന്ത് പറയാനാണ്?
അങ്ങനത്തെ ഉള്ള സംവിധാനം. അതേ, ഏറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതായത് പ്രമുഖ ഡയറക്ടർ മോഹത്തിന്റെ ഡയറക്ടറായിരുന്നു, ഇപ്പോൾ അനുരാഗക്കാറ്റിന്റെ ഡയറക്ടർ ആയി പ്രമുഖ താരത്തെ വെച്ച് ഷോർട്ട് ഫിലിം നിർമ്മിച്ച ഈ ഒരു പഹയൻ ഓൻ ഷക്കീല പടങ്ങൾ മാത്രം എടുത്തു നടന്ന ഒരു കള്ളഹിമാറാണെന്നാണ് ആരോപണം. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു ഡയറക്ടർക്ക് ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു ആൽബത്തിന്റെ മറവിൽ നടക്കുന്നത് ഷക്കീല ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഷോർട്ട് ഫിലിമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.